थे हम ही एक तेरे मारिका आराओं में, खुशकियों में कभी लड़ते कभी दरियाओं में, दी अजानें कभी यूरोप के कलीसाओं में, कभी अफ्रीका के तपते हुए सहराओं में। शान आंखों में न जचती थी जहानदारों की, कलिमा पढ़ते थे हम छाऊ में तलवारों की. ഞങ്ങളാണ് നിന്റെ പടക്കളങ്ങളിൽ പോർവിളി നടത്തിയത്. കരയിലും കടലിലും നിനക്ക് വേണ്ടി ഞങ്ങൾ അണിനിരന്നു. ആഫ്രിക്കയുടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും യൂറോപ്പിലെ ചർച്ചുകളിലും ഞങ്ങൾ നിന്റെ ബാങ്കുലി മുഴക്കി. സിംഹാസനങ്ങൾ ഞങ്ങളെ കണ്ണഞ്ചിപ്പിച്ചിട്ടില്ല, എന്നാൽ ജ്വലിക്കുന്ന വാൾമുനകൾക്കിടയിൽ നിന്റെ തൗഹീദിനെ ഞങ്ങൾ പ്രോജ്വലിപ്പിച്ചു. ബദർ, ഉഹദ്, ഖന്തഖ്, ഹുനൈൻ, ഖൈബർ തുടങ്ങി അനേകം യുദ്ധങ്ങളിൽ പടവാളെടുത്ത് പൊരുതിയവരാണ് മുസ്ലിമീങ്ങൾ. ഖാദിസിയ്യ യുദ്ധവും കുരിശ് യുദ്ധങ്ങളുമൊക്കെ അതിൻ്റെ പ്രതിധ്വനികളായിരുന്നു. അധിനിവേശകർക്കു നേരെയും അവർ ധീരമായി പോരാടി. ജീവൻ പോലും പണയപ്പെടുത്തി അവർ സധൈര്യം പോർക്കളത്തിലേക്ക് ചാടിയിറങ്ങിയത് ഇസ്ലാമിനെതിരെ വാളെടുത്ത ശത്രുനിരയെ പരാജയപ്പെടുത്താനായിരുന്നു. സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് ഇസ്ലാമിനെ വിഭാടനം ചെയ്യാൻ ശ്രമിച്ച മക്ക മുശ്രിക്കുകളോട് മുസ്ലിങ്ങൾ നിരായുധരായി അടരാടിയത് വിശ്വാസത്തിന്റെ പിൻബലമൊന്നുകൊണ്ട് മാത്രമായിരുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിൽ അണു അളവ് വ്യതിചലിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറായിരുന്നില്ല. വിശന്നു വയറൊട്ടിയ സ്വഹാബാക്കൾ സുഭിക്ഷരും സർവായുധ വിഭൂഷിതരുമായി മക്ക മുശ്രിക്കീങ്ങളെ ബദറിൽ ചെറുത്തു തോൽപ്പിച്ചത് വിശ്വാസത്തിന്റെ പിൻബലം കൊണ്ടായിരുന്നു. ഉത്ബത്തും ശൈബത്തും വലീദും ബദറിന്റെ രണാങ്കണത്തിലിറങ്ങി. മുസ്ലിമീങ്ങളെ തെറിയഭിക്ഷേപം ചെയ്തപ്പോൾ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്നിവർ നിമിഷങ്ങൾ കൊണ്ടവരെ വകവരുത്തി. അവിടെ മുസ്ലിമീങ്ങൾക്ക് ഒരൽപ്പം ഇടർച്ച ബാധിച്ചിരുന്നുവെങ്കിൽ അല്ലാഹുവേ, നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരും അവശേഷിക്കുമായിരുന്നില്ല. ഉഹുദിലും ഹുനൈനിലും മുസ്ലിങ്ങൾക്ക് ഏറെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷേ എല്ലാം തൃണവൽക്കരിച്ച് പോരാട്ട ഭൂമിയിൽ ഉറച്ചുനിന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തെ ദീപാലംകൃതമാക്കി. കരയും കടലും പോരാട്ട വീതിയിൽ മുസ്ലിമീങ്ങൾക്ക് സമമായിരുന്നു. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു സമുദ്രത്തിലൂടെയാണ് കുതിരകളെ തെളിച്ചത്. സ്പെയിനിൽ കപ്പലിറങ്ങിയ ഉടനെ കപ്പൽ ചുട്ടരിച്ചു. ആർത്തുലച്ചു വരുന്ന ശത്രുവ്യൂഹത്തിനു മുന്നിൽ നിന്നും പിന്തിരിയാനുള്ള അവസരമാണ് അദ്ദേഹം നിഷേധിച്ചത്. ആ സാഹസിക പോരാട്ടത്തിൽ കടലും ശത്രു സൈന്യവും അവർക്കും ഒട്ടുമേ പ്രയാസമായിരുന്നില്ല. അദ്ദേഹം സൈന്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു: അയ്യുഹന്നാസ് ഐനൽ മഫർ, അൽ ബഹ്റു മിൻ വറായിക്കും വൽ അദുവ്വു അമാമക്കും വലൈസ ലക്കും വല്ലാഹി ഇല്ല സിദ്ഖു വസ്സബ്റു വഅലമു അന്നകും ഫീ ഹാദിഹിൽ ജസീറത്തി അളിയൗ മിനൽ ഐതാമി ഫീ മൗദബത്തിൽ ലിആം. ഓ അനുയായികളെ, ആർത്തുലക്കുന്ന സാഗരം നിങ്ങൾക്കു പിന്നിൽ, മുന്നിലോ അശ്വരൂഢരായ ശത്രുസേനയും. എന്നിരിക്കെ നിങ്ങൾ അഭയത്തെ അന്വേഷിക്കുകയാണോ? അള്ളാഹു തന്നെ സാക്ഷി, സത്യവും നെഞ്ചുറപ്പുമല്ലാതെ മറ്റൊരു വഴിയും നിങ്ങളുടെ മുമ്പിൽ ഇല്ല കേട്ടോ. കുറ്റിക്കാടുകൾ കൊണ്ട് നിബിഡമായ വനത്തിൽ ചെന്ന് തൗഹീദിന്റെ മന്ത്രം മുഴക്കിയ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിന് വന്യജീവികൾ പോലും മാറിക്കൊടുത്തത് ചരിത്രത്തിലേറെ പ്രസിദ്ധമാണല്ലോ. മഹാനവറുകൾ പറയുകയാണ്: അയ്യത്തുഹ സിബാ വൽ ഹസറാത്ത് നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഹലു അന്നാ ഫഇന്നാ നാസിലൂന ഫമൻ വജദ്നാഹു ബഅദ ഖതൽനാഹു. ഓ ജന്തുമൃഗങ്ങളെ, പ്രവാചകരുടെ അരുമ ശിഷ്യന്മാരിതാ വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സ്ഥലം വിടാം. ഇനി ഇവിടെ ആരെങ്കിലും കണ്ടാൽ അവരെ വധിക്കപ്പെടുന്നതാണ്. യൂറോപ്പിലെ കനീസകളിലും തപിക്കുന്ന ആഫ്രിക്കൻ മരുഭൂമിയിലും അല്ലാഹു അക്ബറിന്റെ മാസ്മരിക ധ്വനി ഉയർത്തിയവരാണ് മുസ്ലിമീങ്ങൾ. ഇന്ത്യൻ ഗവേഷകർ പ്രഫുല്ല ചന്ദ്ര എന്നവർ പറയുകയാണ്:
പസഫിക് തീരം മുതൽ അറ്റ്ലാന്റിക് തീരം വരെ വ്യാപകമായ അഭിവൃദ്ധി മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ കാരണം ഇസ്ലാമിന്റെ സ്വതന്ത്രമായ നയങ്ങൾ തന്നെയാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വിളംബര കേന്ദ്രമാക്കി സ്പെയിനിനെ മാറ്റിയെടുത്തത് മുസ്ലിങ്ങളല്ലാതെ മറ്റാരാണ്? കത്തോലിക്കക്കാർക്ക് ആധിപത്യമുണ്ടായിരുന്ന സ്പെയിനിൽ 2 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് ഇപ്പോഴും അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. സ്പെയിനിന്റെ ആസ്ഥാനമായ മാഡ്രിഡിൽ 12,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്രകാരമാണ് സിസിലിയയിലും മുസ്ലിമീങ്ങൾ നിലകൊള്ളുന്നത്. ശത്രുക്കളുടെ വ്യാമോഹങ്ങളെ നിർവീര്യമാക്കി ഇസ്ലാമിക സാമ്രാജ്യം വികസിപ്പിച്ചതിന് കാലഘട്ടങ്ങൾ സാക്ഷിയാണ്. ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലത്ത് കിസ്റയും കൈസറും അടക്കം അനേകം സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴൊതുങ്ങി. അമവി അബ്ബാസി ഭരണത്തിലും അതിന്റെ പ്രകമ്പനം കണ്ടു. എല്ലാം ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം സമൂഹം അർപ്പണബോധമുള്ളവരായി നിലകൊണ്ടതിന്റെ ഫലം തന്നെയാണ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഹലക ഖിസ്റ ഫലാ ഖിസ്റ ബഅദഹു വഇദാ ഹലക ഖൈസറു ഫലാ ഖൈസറ ബഅദഹു വല്ലദീ നഫ്സി ബിയദിഹി ലതുൻഫിഖന്ന കനൂസഹുമാ ഫീ സബീലില്ലാഹ്. ഖിസ്റ കൈസർ തകർക്കപ്പെട്ടാൽ അവ തകർക്കപ്പെട്ടത് തന്നെ. അല്ലാഹു സാക്ഷി, അവരുടെ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കപ്പെടും. ഇസ്ലാമിക സംസ്കാരത്തെ വ്യാപിപ്പിക്കാൻ മാത്രമാണ് ഈ വിപ്ലവ പോരാട്ടങ്ങളൊക്കെ അരങ്ങേറിയത്. കിരീടധാരണം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ തൗഹീദിന്റെ സന്ദേശം പ്രചരിക്കില്ലായിരുന്നു. തൗഹീദിന്റെ സന്ദേശം ലോകത്തിന്റെ ഓരോ കോണിലും എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായ മുസ്ലിമീങ്ങൾ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. വാളുകൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചത്. ഇസ്ലാമിന്റെ ശാന്തിയും സമാധാനവും ഉൾക്കൊണ്ടവരാണ് മുസ്ലിമീങ്ങൾ. സാമ്രാജ്യത്വം വെട്ടിപ്പിടിക്കാൻ മുഹമ്മദ് ഗസ്നിയെ പോലെയുള്ള ചിലർ വാളെടുത്ത് പൊരുതിയെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുന്നത് ഉചിതമല്ല. ആധുനിക ഹിന്ദി സാഹിത്യ പിതാവ് മുൻഷി പ്രേംചന്ദ് തന്നെ ഈ കാര്യം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. വാളിന്റെ ശക്തി കൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചതെന്ന വാദഗതി അസത്യമാണ്. മനുഷ്യരെല്ലാം തുല്യരാണെന്ന ഇസ്ലാമിക ദർശനമാണ് ലോകത്ത് ഇസ്ലാം അതിശീഘ്രം പ്രചരിക്കാനുണ്ടായ കാരണം. നീതിയുടെ വഴി മാത്രമേ ഇസ്ലാം കാണിച്ചുള്ളൂ. സാഹോദര്യവും സൗഹൃദവുമാണത് മുഖമുദ്രയാക്കിയിട്ടുള്ളത്. നീതിയും വിട്ടുവീഴ്ചയുമല്ലാതെയുള്ള സമീപനം കൊണ്ട് ചരിത്രത്തെ പ്രശോഭിതമാക്കിയ എത്രയോ ചരിത്ര വസ്തുക്കളുണ്ട്. ഇതൊക്കെ ഇസ്ലാമിക ഭരണത്തിന്റെ സുസ്ഥിരത കൊണ്ടാണ് പ്രകടമായത്. വെട്ടിത്തിളങ്ങുന്ന ഖഡ്ഗങ്ങൾക്കിടയിലൂടെ തൗഹീദിന്റെ പ്രചാരമുണ്ടായത് ഇസ്ലാമിനെ തകർക്കാൻ വന്ന ദുഷ്ടമനസ്സുകളെ ചെറുത്തു തോൽപ്പിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരെയും മുസ്ലിമീങ്ങൾ വാളെടുത്തു കൊന്നിട്ടില്ല. അത് ഇസ്ലാമിന്റെ ലക്ഷ്യവുമല്ല. ചരിത്ര വൃത്താന്തങ്ങൾ പഠന വിധേയമാക്കിയവരൊക്കെ അത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. മുസ്ലിമീങ്ങൾക്ക് െതിരെ കഠിന ദ്രോഹങ്ങൾ ചെയ്ത് അവസാനം യുദ്ധത്തിലേക്ക് വലിച്ചിട്ട മക്ക ഖുറൈശികൾക്ക് പോലും പൊതുമാപ്പ് കൊടുത്ത പാരമ്പര്യമാണ് ഇസ്ലാമിൻ്റെതെന്നുള്ളത്. ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിം പ്രതിനിധിയായ പേർഷ്യൻ ഭരണാധിപനായ റുസ്തുമന്റെ കൊട്ടാര സമാനമായ തമ്പിലേക്ക് ഒരു കൂസലുമില്ലാതെ കുതിരപ്പുറത്ത് കയറി ചെന്ന പട്ടിണി പാവമായിരുന്ന മഹാനായ റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതത്ര ശരി. ഭൗതികാസക്തിയുടെ മോഹാവലയങ്ങളിൽ ബന്ധിതനായി പാരതന്ത്രം അനുഭവിക്കുന്ന അങ്ങയെ വിശ്വാസത്തിന്റെ നിശ്വാസവായു ശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ തീരത്തേക്ക് ക്ഷണിക്കുന്നതിന് അള്ളാഹു നിയോഗിച്ചതാണ് ഞങ്ങളെ. അതുകൊണ്ട് താങ്കൾ ഈ തീരത്തേക്ക് കടന്നു വരണം. സർവ സ്വാതന്ത്ര്യവും ഞങ്ങൾ കാണുന്നു. ഭക്ഷണം കിട്ടാതെ നരകിക്കുന്ന മുസ്ലിമീങ്ങൾ പാരതന്ത്ര്യം അനുഭവിക്കുന്നവരാണെന്നും നിനച്ച റുസ്തുമന്റെ ധാരണകൾക്കാണപ്പോൾ തിരിച്ചടിയേറ്റത്. ഇങ്ങനെ ചരിത്രത്തോളം വിശ്വാസമായ വസ്തുതകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏടുകളിൽ.